അന്ന ഭാഗം 19. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അലീന ഏൽപ്പിച്ചു പോയ മൊബൈൽ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ തെളിഞ്ഞു വന്ന ഫെലിക്സ് എന്ന പേരിലേക്ക് അന്ന വിരലമർത്തി. ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ബെല്ലടിച്ചിട്ടും അവിടെ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതേസമയം കഴിഞ്ഞ രാത്രി ഏറെ വൈകി ലഹരിക്ക് കൂട്ടുപിടിച്ച് മയങ്ങിയ ഫെലിക്സ് അപ്പോഴും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. നീ എന്നെ ഹൃദയം തന്ന് സ്നേഹിച്ചിട്ടും അറിഞ്ഞുകൊണ്ടല്ല ഫെലിക്സ്. ഞാൻ നിന്നോട് ചെയ്തതും ചെയ്യാൻ പോകുന്നതും സാഹചര്യങ്ങൾ എന്നിലും സ്വാർത്ഥതയുടെ മുഖപടങ്ങൾ അണിയിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളെ ഞാൻ ചതിക്കുകയാണ് ഫെലിക്സ്. എന്നിലെ എന്നെയും എൻ്റെ മനസാക്ഷിയെയും മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചവെക്കുകയാണ് ഞാൻ. നീ എന്നെ വെറുക്കണം. നിന്റെ വെറുപ്പിലൂടെ എൻ്റെ ജീവിതം പുകഞ്ഞെരിയണം. ഞാൻ നിനക്ക് തരുന്ന ഈ വേദനകൾ നീ എന്ന നഷ്ടം കൊണ്ട് എന്നോട് പകരം വീട്ടിക്കോളൂ. ഓർമ്മകളിൽ നിന്നുണർന്നെണീറ്റ അന്നയിൽ ഫെലിക്സിൻ്റെ മുഖം ഒരു നോവായി പടർന്നു. കയ്യിലിരുന്ന ഫോൺ അലക്ഷ്യമായി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് വ്യാകുലതയോടെ അവൾ ജനാലയ്ക്കരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പുൽത്തകിടിയിൽ കുസൃതികൾ കാട്ടി ഓടി നടക്കുന്ന കുരുന്നുകൾ. അവിടെയായിരുന്നു താനും ചുവടുകൾ വെച്ച് തുടങ്ങിയത്. ആ ചുവടുകൾ നിന്നിലെ പ്രണയം കൊണ്ട് പിഴച്ചു തുടങ്ങിയിരിക്കുന്നു ഫെലിക്സ്. ഈ അനാഥാലയമായിരുന്നു ഞങ്ങളുടെ വീട്. ഇവിടെയുള്ള ഓരോരുത്തരുമായിരുന്നു രക്തബന്ധങ്ങളും കൂടപ്പിറപ്പുകളും. കരുണയോടെ ഞങ്ങളെ നോക്കുന്നവരായിരുന്നു കാണപ്പെട്ട ദൈവങ്ങൾ. പരിഭവങ്ങളും കുറുമ്പുകളും പരസ്പരം പങ്കുവെക്കുന്ന ആ കുഞ്ഞു മുഖങ്ങളെ അവൾ വാത്സല്യത്തോടെ നോക്കി നിന്നു. ദീർഘനേരത്തെ ചിന്തകൾക്കൊടുവിലും അവളുടെ ഹൃദയത്തിൽ അലയടിക്കുന്ന ഓളങ്ങളെ ശാന്തമാക്കാൻ അവൾക്ക് കഴിയാതെയായി. അവൾ ഒരിക്കൽ കൂടി ഫെലിക്സിൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഉച്ചത്തിലുള്ള ഫോണിൻ്റെ ശബ്ദം കേട്ട് ഫെലിക്സ് കണ്ണുകൾ പാതി തുറന്ന് മേശമേലിരുന്ന ഫോൺ കൈനീട്ടിയെടുത്തു. ഇരുവശങ്ങളിലും നിശബ്ദത. ഫെലിക്സ്, ഇടറുന്ന ശബ്ദത്തോടെ അന്ന വിളിച്ചു. ആ ശബ്ദം കർണപടം ഭേദിച്ച് ഫെലിക്സിൻ്റെ തലച്ചോറിലേക്ക് ഒരു ഊർജം പോലെ അവനിലേക്ക് പരന്നു. അന്നയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ഫെലിക്സ് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. നിനക്കെന്നെ മറക്കാൻ കഴിഞ്ഞില്ലല്ലേ? ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരുന്ന സങ്കടഭാവം തിരിച്ചറിഞ്ഞ അന്നയിൽ ഏങ്ങലടികൾ ഉയർന്നു വന്നു. അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. ചില ഓർമ്മകളില്ലേ, അത് മറവിക്ക് മാത്രം സ്വന്തമായതാണ് ഫെലിക്സ്. ഉള്ളിലെ വികാരങ്ങളെ കടിഞ്ഞാണിട്ടുകൊണ്ട് അന്ന അവന് മറുപടി കൊടുത്തു. ആ വാക്കുകളിൽ നിറഞ്ഞ അവളുടെ ഭാവങ്ങൾ ഫെലിക്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഇരുതലക്കിലും നിശബ്ദതകൾ താളം കെട്ടിക്കിടന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ മറക്കാൻ ശ്രമിക്കും തോറും 10 മടങ്ങ് ശക്തിയോടെ തന്നിലേക്ക് തിരികെ വരുന്ന അടങ്ങാത്ത പ്രണയമാണ് അന്നയെന്ന് ഫെലിക്സ് തിരിച്ചറിയുകയായിരുന്നു. ഞാനൊന്നും ഇതുവരെ ഫെലിക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെൻ്റെ ഒരു അപേക്ഷയായി കണ്ടുകൊണ്ട് നിങ്ങൾ കോളേജിലേക്ക് തിരികെ വരണം. ഞാനെല്ലാം അറിയുന്നുണ്ട് ഇപ്പോഴും ഫെലിക്സിനെ പറ്റി. ആ കുറ്റബോധത്തിൽ എനിക്ക് നീറി കഴിയാൻ എനിക്ക് പറ്റില്ല ഫെലിക്സ്. ഇതെൻ്റെ ഒരു അപേക്ഷയായി കാണണം. മറുത്തൊന്നും പറയരുത്. അന്ന സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. അന്ന, ഞാൻ വരാം. പക്ഷെ ഒരു കാര്യം, എന്നിൽ നിന്നും നീ കവർന്നെടുത്ത് എൻ്റെ ഹൃദയം തിരികെ തരികയാണെങ്കിൽ. ഫെലിക്സിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്നാൽ അന്നയിൽ ആ വാക്കുകൾ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഫെലിക്സ്. നിങ്ങൾ വരുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അന്ന മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോണിൻ്റെ ചുവപ്പ് ബട്ടണിൽ വിരലമർത്തി. ഫെലിക്സ് തിരികെ വിളിക്കാൻ ശ്രമിച്ചിട്ടും അന്ന എടുക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്കുറപ്പുണ്ടായിരുന്നു അവൻ വരുമെന്ന്. അവൾക്ക് മാത്രമല്ല, ആ ദൗത്യം അവളെ ഏൽപ്പിച്ചവർക്കും. എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റെല്ലാ ജൂനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ഫെയർവെൽ പരിപാടി നടത്താൻ തീരുമാനിച്ചു. കോളേജിലെ ആ അധ്യയന വർഷത്തെ അവസാനത്തെ ദിവസം അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തു. പ്രിൻസിപ്പൽ അയ്യർ സാർ വരെ ആ തീരുമാനത്തെ ശരിവെക്കുകയും ചെയ്തു. പക്ഷേ ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന ചില കഴുകൻ കണ്ണുകൾ അന്നയിലും ഫെലിക്സിലും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫെയർവെൽ ദിനം വന്നെത്തി. പക്ഷെ അന്നേ ദിവസം
4ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി എക്സാം നടക്കുന്നതിനാൽ പ്രോഗ്രാം ഉച്ചയ്ക്ക് തുടങ്ങി ഏകദേശം രാത്രി 8 മണിയോടെ അവസാനിക്കുന്ന രീതിയിൽ അവർ ക്രമീകരിച്ചു. കോളേജിൻ്റെ കവാടം കടന്നകത്തേക്ക് വരുന്ന ഫെലിക്സിൻ്റെ കാറ് അങ്ങ് ദൂരെ സ്റ്റാഫ് റൂമിന് പുറത്തു നിന്ന് കണ്ട അന്നയിൽ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. എന്താടി മഞ്ഞുരുകി തുടങ്ങിയോ? തൊട്ടരികിൽ അന്നയെ ശ്രദ്ധിച്ചു നിന്ന ഹേമയുടെ ചോദ്യം അവളെ ഒരു നിമിഷത്തെ ചിന്തയിൽ നിന്നുണർത്തി. എന്നാൽ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ഫെലിക്സിനൊപ്പം ഇറങ്ങി വന്ന അലീനയുടെ കണ്ണുകൾ ദൂരെ നിന്നുകൊണ്ട് ഫെലിക്സിനെ തന്നെ നോക്കി നിൽക്കുന്ന അന്നയിൽ തറച്ചു. അലീനയുടെ മുഖത്ത് കൗശലം നിറഞ്ഞൊരു വഷളൻ ചിരി വിടർന്നു. ആ ചിരിയിൽ കെട്ടിയാടാനുള്ള മറ്റൊരു തിരക്കഥ അവൾ രചിക്കുകയായിരുന്നു. അലീനയുടെ അസഹ്യമായ ഭാവത്തെ നേരിടാനാകാതെ അന്ന വെട്ടിത്തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു. താൻ മൂലം ഒരിക്കലും ഒരു കാരണം കൊണ്ടും അന്നയുടെ ഹൃദയം വേദനിക്കരുതെന്ന് ഫെലിക്സിന് തോന്നി. വെറുക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഒളിപ്പിച്ചിരുന്ന തന്നോടുള്ള അഗാധമായ പ്രണയം അവൻ മുൻപേ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന തൻ്റേതാണെന്ന് തോന്നാൻ അവൻ അതുതന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ടാണ് വൈകിയാണെങ്കിലും ഫെലിക്സ് തിരികെ കോളേജിലേക്ക് വന്നത്. അവൻ്റെ അന്നയെ ഒന്ന് അവസാനമായി കാണാൻ. മറ്റു വിദ്യാർത്ഥികളൊന്നും തിരികെ വന്ന ഫെലിക്സിനോട് പഴയ കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല. അവൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന ഭയമായിരുന്നു എല്ലാവർക്കും. ഫെയർവെൽ പരിപാടിക്ക് പങ്കെടുക്കാൻ അന്നയ്ക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും പ്രിയയും ഹേമയും അവളെ നിർബന്ധിച്ചു. ഹേമയുടെ വണ്ടിയിൽ അന്നയെ തിരികെ കൊണ്ടുവിടാമെന്നുറപ്പിച്ചു. കോളേജിൽ തിരികെ എത്തിയ ഫെലിക്സ് അന്നയെ ഒരു നോട്ടം കൊണ്ടുപോലും ശല്യം ചെയ്യാൻ പോയിരുന്നില്ല. ചിലപ്പോൾ ഇരു കണ്ണുകളും തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ആ കണ്ണുകൾ പരസ്പരം കഥ പറയുകയായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബാഗിലിരിക്കുന്ന ഫോൺ തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയ അന്ന ഫോൺ ആരും കാണാതെ പുറത്തെടുത്ത് ടോയ്ലറ്റ് ലക്ഷ്യമാക്കി നടന്നു. അലീനയാണ് വിളിക്കുന്നത്. സ്ക്രീനിൽ പേര് കണ്ട അന്നയിൽ ഒരു ഞെട്ടലുളവായി. അവൾ കോൾ എടുക്കണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. അന്ന പച്ച ബട്ടണിൽ വിരലമർത്തി ചെവിയിലേക്ക് വെച്ചു. ഇല്ല അലീന, എനിക്കതിന് കഴിയില്ല. ഉച്ചത്തിലുള്ള അന്നയുടെ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങി. അന്നയുടെ മുഖം രോക്ഷത്താൽ വലിഞ്ഞു മുറുകുകയായിരുന്നു. കിടന്ന് അലറി വിളിക്കാതെടി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിക്കും. അറിയാലോ, ഞാൻ ഒറ്റയ്ക്കല്ല. അന്ന എന്ന അധ്യായം ഫെലിക്സ് സ്വയം അടക്കണം. നിന്റെ ഓർമ്മകൾ അവനിൽ വെറുപ്പുളവാക്കണം. ആ വെറുപ്പ് കൊണ്ട് അവൻ നിന്നെയും നിന്റെ ജീവിതത്തെയും ചവിട്ടി അരയ്ക്കണം. പിന്നെ നീ ഇതൊക്കെ ഫെലിക്സിനെ എനിക്ക് വിട്ടുതരാൻ ചെയ്യുന്നതൊന്നും അല്ലല്ലോ. പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും കരുണയും നീ കാണിക്കുന്നു. അത്രയുള്ളൂ. അലീനയുടെ വാക്കുകളിൽ ഉച്ചം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇതും കൂടി കേട്ടോ, ഇനിയുള്ള സംഭവങ്ങൾ നീ അറിയാതെ നിന്നിലേക്ക് വന്നു ചേരും. നീ ക്ഷമയോടെ കാത്തിരിക്കുക. ബീപ് ശബ്ദത്തോടെ അലീനയുടെ കോൾ വിച്ഛേദിക്കപ്പെട്ടു. അന്ന എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ വിദൂരത്തിലേക്ക് അവളുടെ നിറഞ്ഞ കണ്ണുകൾ പായിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.